ഭാഗം 4. ഷെർലക് ഹോംസിൻ്റെ ദൃഷ്ടിയിൽ സ്ത്രീവർഗത്തെ മുഴുവൻ അതിശയിച്ചു നിൽക്കുന്ന സ്ത്രീയാണവർ. ഹോംസിന് ഐറിൻ ആഡ്ലറുടെ പേരിൽ പ്രേമമോ അതുപോലുള്ള മറ്റെന്തെങ്കിലും വികാരമോ ഉണ്ടായിട്ടില്ല. ആ മനസ്സിന് മൃദുല വികാരങ്ങൾ അന്യമാണ്. യുക്തിബോധമുള്ള സൂക്ഷ്മദൃക്കായ മനുഷ്യയന്ത്രമാണ് ഹോംസ്. പക്ഷേ പ്രണയാദി വിഷയങ്ങളെക്കുറിച്ച് ഒരുതരം അവജ്ഞയോടെയല്ലാതെ അദ്ദേഹം സംസാരിച്ചു കേട്ടിട്ടില്ല. എങ്കിലും ഒരു സ്ത്രീയെക്കുറിച്ച് മാത്രം ഹോംസ് പരാമർശിക്കാറുണ്ട്, പരേതനായ ഐറിൻ ആഡ്ലറെക്കുറിച്ച്. ഞാൻ ഹോംസിനെ കണ്ടിട്ട് കുറേ നാളുകളായി. എൻ്റെ വിവാഹത്തോടെ ഞങ്ങൾ തമ്മിലുണ്ടായിരുന്ന സമ്പർക്കം കുറഞ്ഞു. കുടുംബജീവിതത്തിൻ്റെ ഉത്തരവാദിത്വത്തിൽ ഞാൻ മുഴുകി. ഹോംസ് ആകട്ടെ ബേക്കർ സ്ട്രീറ്റിലെ ഞങ്ങളുടെ പഴയ വാസസ്ഥലത്ത് പുസ്തകങ്ങൾക്കിടയിൽ ചടഞ്ഞുകൂടി. അപ്പോഴൊക്കെ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള പഠനത്തിൽ അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. തെളിവില്ലെന്ന് പറഞ്ഞ് പോലീസ് എഴുതി തള്ളിയിരുന്ന കേസുകൾക്ക് തുമ്പുണ്ടാക്കുന്നതിൽ ഹോംസ് ശ്രദ്ധിച്ചിരുന്നു. കൂടെ കൂടെ അത്തരം പല സംഭവങ്ങളെക്കുറിച്ച് ചില വിവരങ്ങൾ എനിക്ക് ലഭിച്ചിരുന്നു. ട്രെപ്പോവ് കൊലക്കേസ് അന്വേഷണത്തിന് ഒഡീഷയിലേക്ക് പോയതും ട്രിങ്കോമാലിയയിലെ ആറ്റ്കിൻസൺ സഹോദരിമാരുടെ ദുരന്തത്തിൻ്റെ കാരണം വെളിച്ചത്താക്കിയതും ഹോളണ്ടിലെ രാജകുടുംബത്തിനു വേണ്ടി ഏറ്റെടുത്ത ദൗത്യം വിജയകരമായി നിറവേറ്റിയതും ഞാൻ കേട്ടറിഞ്ഞവയിൽ ചിലതാണ്. 1888 മാർച്ച് 12 രാത്രി ഒരു രോഗിയെ സന്ദർശിച്ചു മടങ്ങുകയായിരുന്ന ഞാൻ ബേക്കർ സ്ട്രീറ്റിലെത്തി. സുപരിചിതമായ ആ സ്ഥലത്തെത്തിയപ്പോൾ ഹോംസിനെ വീണ്ടും കാണാനും അദ്ദേഹത്തിൻ്റെ അത്ഭുതാവഹങ്ങൾ കഴിവുകൾ ഇപ്പോഴിങ്ങനെ വിനിയോഗിക്കുന്നുവെന്ന് അറിയാനുമുള്ള ആഗ്രഹം എന്നെ കീഴ്പ്പെടുത്തി. മുകളിലത്തെ മുറിയിൽ പ്രകാശമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് ആനയിക്കപ്പെട്ടു. എന്നെ കണ്ടതിൽ അദ്ദേഹം സന്തുഷ്ടനാണെന്ന് എനിക്ക് തോന്നി. എന്നോട് കസേരയിലിരിക്കാൻ ആംഗ്യം കാണിച്ചു. എന്നിട്ട് എന്നെ ആകപ്പാടെ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, കല്യാണം കഴിഞ്ഞപ്പോൾ നിങ്ങൾ നന്നായിട്ടുണ്ട്. നിങ്ങളിപ്പോൾ പ്രാക്ടീസ് തുടങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അക്കാര്യം എന്നോട് പറഞ്ഞില്ലല്ലോ. പിന്നെ എങ്ങനെ അറിഞ്ഞു? ഞാൻ ഊഹിച്ചു. അടുത്ത കാലത്ത് നിങ്ങൾ കുറേ മഴ നനഞ്ഞെന്നും നിങ്ങളുടെ ഇപ്പോഴത്തെ വേലക്കാരി തീരെ ശ്രദ്ധയും വൃത്തിയുമില്ലാത്തവളാണെന്നും കൂടി ഞാൻ മനസ്സിലാക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ഹോംസ്, ഇത് കുറേ കടന്നുപോയി. കഴിഞ്ഞ വ്യാഴാഴ്ച ഞാൻ നാട്ടും പുറത്ത് നടക്കാൻ പോയി. മടങ്ങി വരുമ്പോൾ ശരിക്കും നനഞ്ഞു. പക്ഷേ നിങ്ങളെങ്ങനെ അതറിഞ്ഞു? മേരി ജെയിനിൻ്റെ കാര്യമാണെങ്കിൽ അവളെ പിരിച്ചയക്കാൻ എൻ്റെ ഭാര്യ തീരുമാനിച്ചു കഴിഞ്ഞു. എങ്കിലും ഇക്കാര്യം താങ്കളെങ്ങനെ മനസ്സിലാക്കിയെന്ന് പറയൂ? ഹോംസ് മന്ദഹസിച്ചു. അത് വളരെ നിസ്സാരമാണ്, അദ്ദേഹം പറഞ്ഞു. നിങ്ങളുടെ ഇടത്തെ ഷൂസിൻ്റെ ഒരു വശത്ത് ഉണങ്ങിപ്പിടിച്ചിരുന്ന ചളി ചുരണ്ടിക്കളഞ്ഞ പാടുകളുണ്ട്. അതിൽ നിന്നാണ് 2 കാര്യങ്ങൾ ഞാൻ അനുമാനിച്ചത്. മഴ സമയത്ത് നിങ്ങൾ പുറത്തു പോയിരുന്നെന്നും ഷൂസ് തുടയ്ക്കാൻ പോലും അറിയാത്ത വേലക്കാരിയാണ് നിങ്ങൾക്കുള്ളതെന്നും എനിക്ക് ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ അതെല്ലാം എത്ര നിസ്സാരമാണെന്ന് തോന്നിപ്പോകുന്നു. ഇതെല്ലാം എനിക്കും കഴിയുമല്ലോ, എനിക്കും കണ്ണുകളില്ലേ എന്ന് ഞാൻ സ്വയം ചോദിക്കുന്നു. അത് ശരിയാണ്. സിഗരറ്റ് കത്തിച്ച് ചാരു കസേരയിൽ മലർന്നു കിടന്ന് ഹോംസ് പറഞ്ഞു, നിങ്ങൾ കാണുന്നുണ്ട്, എന്നാൽ നിരീക്ഷണം നടത്തുന്നില്ല. അവിടെയാണ് വ്യത്യാസം. ഉദാഹരണമായി, നിങ്ങൾ താഴെ ഹാളിൽ നിന്നും ഈ മുറിയിലേക്ക് കയറാനുള്ള പടികൾ കണ്ടില്ലേ? ധാരാളം കണ്ടിട്ടുണ്ട്. എത്ര പടികളുണ്ടെന്ന് പറയാമോ? എത്ര? എനിക്കറിഞ്ഞൂടാ. അതാണ് പറഞ്ഞത്. നിങ്ങൾ കാണുന്നു, പക്ഷേ നിരീക്ഷിക്കുന്നില്ല. ഞാൻ കാണുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്നു. 17 പടികളുണ്ടെന്ന് എനിക്കറിയാം. മേശപ്പുറത്ത് കിടന്നിരുന്ന ചുവപ്പ് നിറത്തിലുള്ള ഒരു കടലാസ് അദ്ദേഹം എൻ്റെ നേർക്ക് നീട്ടി. ഇന്നത്തെ തപാലിൽ വന്നതാണ്, ഉറക്കെ വായിക്കൂ. തീയതി വെച്ചിട്ടില്ലായിരുന്ന ആ കുറിപ്പിൽ എഴുതിയ ആളിൻ്റെ ഒപ്പോ മേൽവിലാസമോ ഉണ്ടായിരുന്നില്ല. ഇന്ന് രാത്രി 8-ന് 15 മിനിറ്റുള്ളപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാലോചിക്കാൻ ഒരാൾ താങ്കളെ സമീപിക്കും. ഈ വിഷയം താങ്കളുടെ കയ്യിൽ സുരക്ഷിതമായിരിക്കുമെന്ന് കരുതുന്നു. താങ്കളെപ്പറ്റി നാം അറിഞ്ഞിട്ടുണ്ട് പലയിടത്തു നിന്നും. താങ്കൾ മുറിയിൽ തന്നെ ഉണ്ടായിരിക്കണം. കാണാൻ വരുന്നയാൾ മുഖം മൂടി ധരിച്ചിരുന്നാൽ തെറ്റിദ്ധാരണ അരുത്.
ഇതിൻ്റെ അർത്ഥമെന്താണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമോ? ഹോംസ് ചോദിച്ചു. ആ കടലാസം അതിലെ അക്ഷരങ്ങളും ഞാൻ സൂക്ഷ്മമായി പരിശോധിച്ചു. ഇത് എഴുതിയ ആൾ ധനികനായിരിക്കും. ഹോംസിനെ അനുകരിച്ച് ഞാൻ പറഞ്ഞു. വളരെ വില കൂടിയ പേപ്പറാണിത്. നല്ല കട്ടിയും മിനുസവുമുള്ളത്. വിചിത്രമെന്ന് പറയുന്നതാവും ശരി. ഹോംസ് പറഞ്ഞു. ഇത് ഇംഗ്ലണ്ട് നിർമ്മിച്ചതല്ല. വെളിച്ചത്തിനു നേരെ പിടിച്ചു നോക്കൂ. ഞാൻ അപ്രകാരം ചെയ്തു. എക് PGF എന്നീ അക്ഷരങ്ങൾ കടലാസിൻ്റെയുള്ളിൽ തെളിഞ്ഞു കണ്ടു. GF എന്ന രണ്ടക്ഷരങ്ങൾ ജർമ്മൻ ഭാഷയിൽ കമ്പനി എന്നതിൻ്റെ ചുരുക്കമാണ്. P പേപ്പർ തന്നെ. EG ഇഗോറിയ ജർമ്മൻ ഭാഷ സംസാരിക്കുന്ന ഒരു രാജ്യം. ബോഹീമിയയിലാണ്. നിരവധി ഗ്ലാസ് ഫാക്ടറികളും കടലാസു മില്ലുകളുമുള്ള സ്ഥലം. ആ കണ്ണുകൾ തിളങ്ങി. സിഗരറ്റിൽ നിന്നും വിജയസൂചകമായ ഒരു പുകച്ചുരുൾ ഉയർന്നു. ഈ കടലാസ് ബൊഹീമിയയിൽ നിർമ്മിച്ചതാണ്, ഞാൻ പറഞ്ഞു. വളരെ ശരിയാണ്. കത്തെഴുതിയ ആൾ ജർമ്മൻകാരനും. ഹോംസ് അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ താഴെ കുതിരക്കുളമ്പടി കേട്ടു. വണ്ടിച്ചക്രങ്ങൾ ചരലിൽ ഉരഞ്ഞു നിന്നു. മണി മുഴങ്ങി. ഹോംസ് ചൂളമടിച്ചു. ഇരട്ടക്കുതിരയാണെന്ന് തോന്നുന്നു. ജന്നാലയിലൂടെ വെളിയിലേക്ക് നോക്കിയിട്ട് തുടർന്നു. അതെ, ഇരട്ടക്കുതിര തന്നെ. ഓരോന്നിനും 150 പവൻ വീതമെങ്കിലും വില വരും. വണ്ടിയും ഒന്നാം തരം തന്നെ. ഏതായാലും ഈ കേസിൽ പണമുണ്ട് വാട്സൺ. ഹോംസ്, ഞാനിപ്പോൾ പോകുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞു. അരുത് വാട്സൺ, നിങ്ങൾ പോകരുത്. എനിക്ക് നിങ്ങളുടെ സഹായം വേണം. അതുപോലെ അയാൾക്കും. നിങ്ങൾ ഈ കസേരയിലിരിക്കൂ. എല്ലാം ശ്രദ്ധിച്ചു മനസ്സിലാക്കണം. മെല്ലെ മെല്ലെ ഉറച്ച കാലടിയൊച്ച കോണിപ്പടികളിലും ഇടനാഴിയിലും കേട്ടു. പിന്നെ മുറിയുടെ വാതിൽക്കൽ മുട്ട് കേട്ടു. അകത്തു വരാം, ഹോംസ് പറഞ്ഞു. 6.5 അടിയിൽ കുറയാത്ത ഉയരമുള്ള ഒരാൾ അകത്ത് കടന്നു. വളരെ വില കൂടിയ വസ്ത്രങ്ങളാണ് അയാൾ ധരിച്ചിരുന്നത്. സിൽക്കിൻ്റെ കൂട്ടും കസവ് തുന്നിപ്പിടിപ്പിച്ച അംഗവസ്ത്രവും വൈഢൂര്യം പതിച്ച പതക്കവും മുട്ടോളമെത്തുന്ന പാദരക്ഷയും കയ്യിൽ വലിയ പരന്ന ഒരു തൊപ്പിയും മുഖത്ത് മൂക്കിന് മുകൾ ഭാഗം മറയ്ക്കുന്ന തരത്തിലുള്ള കറുത്ത മുഖം മൂടിയും അയാൾ ധരിച്ചിരുന്നു. ദയവ് ചെയ്തിരിക്കൂ, ഹോംസ് പറഞ്ഞു. ഇതെൻ്റെ സുഹൃത്തും സഹപ്രവർത്തകനുമായ ഡോക്ടർ വാട്സൺ. എൻ്റെ പല കേസുകളിലും അദ്ദേഹം എന്നെ സഹായിച്ചിട്ടുണ്ട്. അങ്ങയുടെ പേരെന്താണ്? എന്നെ വോൺക്രോം പ്രഭു എന്ന് വിളിക്കൂ. ബൊഹീമിയയിലെ ഒരു കുലീന കുടുംബത്തിൽ നിന്നാണ്. എനിക്ക് പറയാനുള്ള പരമപ്രധാനമായ രഹസ്യം അങ്ങയുടെ സുഹൃത്തു കൂടി കേൾക്കുന്നതിൽ തെറ്റില്ലെന്ന് കരുതട്ടെ. എന്നോട് പറയാനുള്ളതെന്തും ഇദ്ദേഹം കൂടി കേൾക്കുന്നതിൽ ഒരു കുഴപ്പവുമില്ല. ഹോംസ് ഉറപ്പ് കൊടുത്തു. പ്രഭു തോളുകുലുക്കി. എന്നാൽ ഞാൻ പറഞ്ഞു തുടങ്ങാം. 2 വർഷക്കാലം നിങ്ങൾ രണ്ടാളും ഇക്കാര്യം രഹസ്യമായി സൂക്ഷിക്കാമെന്ന് ഉറപ്പു തരണം. അത് കഴിഞ്ഞാൽ ഇതിൻ്റെ രഹസ്യ സ്വഭാവത്തിന് പ്രസക്തിയില്ലാതാവും. ഇന്ന് യൂറോപ്പിൻ്റെ ചരിത്രത്തിൻ്റെ ഗതിയെ സാരമായി ബാധിക്കുന്ന ഒരു പ്രശ്നമാണിത്. ഞാൻ ഉറപ്പു തരുന്നു, ഹോംസ് പറഞ്ഞു. ഞാൻ ആവർത്തിച്ചു. ഞാൻ മുഖം മൂടി ധരിച്ചിരിക്കുന്നതിൽ ക്ഷമിക്കണം. ഞങ്ങളുടെ സന്ദർശകൻ തുടർന്നു. ഞാൻ നേരത്തെ പറഞ്ഞത് എൻ്റെ ശരിയായ പേരല്ല എന്നുകൂടി അറിയിക്കട്ടെ. അതെനിക്കറിയാം. ഹോംസിൻ്റെ മറുപടി ഉടൻ വന്നു. വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണിത്. യൂറോപ്പിലെ ഒരു രാജകുടുംബത്തെ ബൊഹീമിയൻ ഭരണാധികാരികളായ ഓംസ്റ്റീൻ കുടുംബത്തെ സംബന്ധിക്കുന്ന പ്രശ്നമാണിത്. അതും എനിക്കറിയാം. കസേരയിൽ കണ്ണടച്ചിരുന്ന ഹോംസ് പിറുപിറുത്തു. യൂറോപ്പിലെ ഏറ്റവും പ്രഗത്ഭനും പ്രശസ്തനുമായ ഡിറ്റക്റ്റീവെന്ന് താൻ കേട്ടറിഞ്ഞിരിക്കുന്ന ഷെർലക് ഹോംസിനെ ആഗതൻ അത്ഭുതത്തോടെ മിഴിച്ചു നോക്കി. ഹോംസ് മെല്ലെ കണ്ണു തുറന്ന് സ്ഥൂലകായകനായ തൻ്റെ കക്ഷിയോട് അക്ഷമനായി പറഞ്ഞു. തിരുമനസ്സുകൊണ്ട് വിഷയം പൂർണ്ണമായി അവതരിപ്പിക്കാൻ കനവുണ്ടാകണം. എന്നാലേ എനിക്ക് എന്തെങ്കിലും നിർദ്ദേശം തരാൻ പറ്റൂ. തിരുമനസ് എന്ന സംബോധന കേട്ട് ആ മനുഷ്യൻ ചാടി എണീറ്റ് മാനസിക വിക്ഷോഭം അടക്കാൻ കഴിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു.
എന്നിട്ട് നിരാശയോടെ മുഖം മൂടി അഴിച്ചു നിലത്തെറിഞ്ഞു. നിങ്ങൾ പറഞ്ഞത് ശരി തന്നെ, അദ്ദേഹം ഉറക്കെ പറഞ്ഞു. ഇനി എന്തിനു മറച്ചു വെക്കണം? ഞാൻ തന്നെയാണ് ബൊഹീമിയൻ രാജാവ്. അതാണ് ഞാനും ചോദിക്കുന്നത്. ബൊഹീമിയൻ രാജാവ് കാസർ ഫെൻ സ്റ്റീൻഗ്രാൻഡ് ഡ്യൂക്ക് വിൽഹേം ഗോഡ്സ്ട്രിച്ച് സിക്സ്മണ്ട് ആണ് സംസാരിക്കുന്നതെന്ന് ഞാൻ നേരത്തെ മനസ്സിലാക്കിയിരുന്നു തിരുമേനി. രാജാവ് ആ കസേരയിലിരുന്നു. വിശാലമായ നെറ്റി തടവികൊണ്ട് അദ്ദേഹം പറഞ്ഞു. ഉദ്ദേശം 5 കൊല്ലം മുമ്പ് വാട്സ സന്ദർശിച്ചപ്പോൾ ഐറിൻ ആഡ്ലർ എന്ന പ്രശസ്തയായ സ്ത്രീരത്നത്തെ ഞാൻ പരിചയപ്പെട്ടു. ആ പേര് നിങ്ങൾ കേട്ടിരിക്കും. ഡോക്ടർ, ദയവ് ചെയ്ത് ആ പട്ടിക നോക്കൂ. ഹോംസ് കണ്ണു തുറക്കാതെ തന്നെ പറഞ്ഞു. വർഷങ്ങളായി വ്യക്തികളെയും വസ്തുക്കളെയും പറ്റി ലഭിക്കുന്ന വിവരങ്ങൾ ക്രമമായി എഴുതി സൂക്ഷിക്കുന്ന പതിവ് ഹോംസിനുണ്ട്. അതിൽ നിന്ന് ആരെക്കുറിച്ചുള്ള ഏത് വിവരവും മനസ്സിലാക്കാൻ പ്രയാസമുണ്ടായിരുന്നില്ല. അക്ഷരമാലാ ക്രമത്തിലുള്ള സൂചിക ഞാൻ മറച്ചു നോക്കി. ഐയിൽ തുടങ്ങുന്ന പേരുകളിൽ ഐറിൻ കണ്ടെത്തി. നോക്കട്ടെ. ഹോംസ് കൈനീട്ടി. ന്യൂ ജേഴ്സിയിൽ 1858 ജനനം. സുന്ദരി. അതെ. വാട്സ ഇംപീരിയൻ ഓപ്പറയിലെ പ്രഥമ ഗായിക. ഗാനരംഗത്തു നിന്നും വിരമിച്ച് ഇപ്പോൾ ഇംഗ്ലണ്ടിൽ താമസിക്കുന്നു. തിരുമനസ്സുകൊണ്ട് ഈ യുവതിയിൽ അനുരക്തിയായി പോയി. ചില കത്തുകൾ കൈമാറി. ആ പ്രണയലേഖനങ്ങൾ തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു. വളരെ ശരിയാണ്. പക്ഷേ എങ്ങനെ? നിങ്ങൾ തമ്മിൽ രഹസ്യമായ വിവാഹം? ഇല്ല. മറ്റു നിയമ നടപടികളോ സാക്ഷ്യപത്രങ്ങളോ ഒന്നുമില്ല. എങ്കിൽ പിന്നെ അങ്ങയുടെ പ്രയാസത്തിന് ഹേതുവെന്താണ്? കത്തുകൾ കാണിച്ച് ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചാൽ അവയുടെ ആധികാരിക സ്വഭാവം അവൾക്കെങ്ങനെ തെളിയിക്കാനാവും? ഞാൻ എഴുതിയതാണല്ലോ. മാത്രവുമല്ല, എൻ്റെ ഫോട്ടോ അവളുടെ കയ്യിലുണ്ട്. ഞങ്ങൾ 2 പേരും ഒന്നിച്ചുള്ള ഫോട്ടോയാണ് അത്. അത് കഷ്ടമായിപ്പോയി. അങ്ങ് വീണ്ടും വിചാരമില്ലാതെ പ്രവർത്തിച്ചു കളഞ്ഞു. എനിക്ക് ഭ്രാന്തായിരുന്നു. ഞാൻ എന്നെ തന്നെ മറന്നുപോയി. അവ തിരിച്ചു മേടിക്കാൻ ശ്രമിക്കണം. ഞാൻ പരാജയപ്പെട്ടു. തക്കതായ പ്രതിഫലം കൊടുക്കണം. അതവൾക്ക് സ്വീകാര്യമല്ല. എങ്കിലും മോഷ്ടിക്കുക തന്നെ. അതിനും ശ്രമിച്ചു, പരാജയപ്പെട്ടു. ഹോംസ് ചിരിച്ചു. ഇത് ഒരു നിസ്സാരമായ പ്രശ്നമാണ്. എന്നെ സംബന്ധിച്ചാണെങ്കിൽ തികച്ചും ഗൗരവമുള്ളതും. കുറ്റപ്പെടുത്തുന്ന സ്വരത്തിൽ രാജാവ് പറഞ്ഞു. ഞാൻ അടുത്ത് വിവാഹിതനാവുകയാണ്. അദ്ദേഹം തുടർന്നു. സ്കാൻഡിനേവിയൻ രാജാവിൻ്റെ 2ാമത്തെ മകൾ ക്ലോണ്ടിൻ ലോത്ത്മാൻ വോൺ സാക്സ് മെനിഞ്ചൻ ആണ് വധു. വളരെ യാഥാസ്ഥിതികമാണ് ആ കുടുംബം. നിഷ്കളങ്കയാണ് ആ പെൺകുട്ടി. എൻ്റെ ഭൂതകാല പ്രവൃത്തികളുടെ നിഴൽ തട്ടിയാൽ മതി, എല്ലാം തകരാറിലാകും. ഐറിൻ ആഡ്ലർ എന്തു ചെയ്യുമെന്നാണ്? ആ ഫോട്ടോ അവൾക്ക് അയച്ചു കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. അവളത് ചെയ്യും. നിങ്ങൾക്ക് അവളെ അറിഞ്ഞുകൂടാ. അവളുടെ മനസ്സ് കരിങ്കല്ലാണ്. ഏത് സ്ത്രീയേക്കാളും സൗന്ദര്യമുള്ള മുഖം, ഏതൊരു പുരുഷനേക്കാളും ഉറച്ച മനസ്സ്, അതാണവൾ. ഞാൻ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നതറിഞ്ഞാൽ എന്തു ചെയ്യാൻ അവൾ മടിക്കില്ല. ഇതുവരെ ഫോട്ടോ അയച്ചു കൊടുത്തിട്ടില്ലെന്ന് ഉറപ്പാണോ? അത് തീർച്ചയാണ്. എങ്ങനെ അറിയാം? വിവാഹ നിശ്ചയ ദിവസം അയച്ചു കൊടുക്കുമെന്നവൾ പറഞ്ഞിട്ടുള്ളത്. അടുത്ത തിങ്കളാഴ്ചയാണ് വിവാഹ നിശ്ചയം. ഓഹോ, എന്നാലിനി 3 ദിവസം കൂടിയുണ്ട്. ഹോംസ് കോട്ടുവായിട്ടു. അത് ഭാഗ്യമായി. ഉടനെ എനിക്ക് ചില അത്യാവശ്യ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. തിരുമനസ്സുകൊണ്ട് തൽക്കാലം ലണ്ടനിൽ തന്നെ താമസിക്കുക. ചെലവിൻ്റെ കാര്യം? ഹോംസ് ചോദിച്ചു. ഇഷ്ടം പോലെ ചിലവാക്കിക്കോളൂ. രാജാവ് ഒരു തുകൽ സഞ്ചി മേശപ്പുറത്ത് വെച്ചു. ഇതിൽ 300 പവൻ നാണയങ്ങളും 700 പവൻ്റെ കറൻസി നോട്ടുകളുമുണ്ട്. ഹോംസ് ആ തുകയ്ക്ക് ഒരു രസീത് എഴുതി കൊടുത്തു. നർത്തകിയുടെ മേൽവിലാസം എന്താണ്? ബ്രിയോണി വിലാസം, സെർപ്പൻറ്റൈൻ തെരുവ്, സെൻറ്റ് ജോൺസ് വുഡ്. ഹോംസ് അഡ്രസ്സ് കുറിച്ചെടുത്തു. ഒരു ചോദ്യം കൂടി. ഫോട്ടോ ക്യാബിനറ്റ് സൈഡാണോ? അതെ. രാജകീയ രഥത്തിൻ്റെ ചക്രങ്ങളുടെ ശബ്ദം അകന്നു പോയപ്പോൾ ഹോംസ് പറഞ്ഞു. ഗുഡ് നൈറ്റ് വാട്സൺ. നാളെ വൈകുന്നേരം 3 മണിക്ക് വരാമെങ്കിൽ ഇക്കാര്യം നമുക്ക് ചർച്ച ചെയ്യാം. കൃത്യം 3 മണിക്ക് ഞാൻ ബേക്കർ സ്ട്രീറ്റിലെത്തി. എന്നാൽ ഹോംസ് അവിടെ ഉണ്ടായിരുന്നില്ല. രാവിലെ 8 മണിക്ക് പുറത്തു പോയിട്ട് മടങ്ങി വന്നിട്ടില്ലെന്ന് പരിചാരിക പറഞ്ഞു.
എത്ര വൈകിയാലും ഹോംസിനെ കണ്ടിട്ടേ മടങ്ങുന്നുള്ളൂ എന്നുറച്ച് ഞാനവിടെ തീ കാഞ്ഞുകൊണ്ടിരുന്നു. 4 മണിയോട് അടുത്തപ്പോൾ കള്ളുകുടിയനെപ്പോലെ തോന്നിച്ച ഒരാൾ കതക് തുറന്ന് മുറിക്കകത്തേക്ക് കടന്നു വന്നു. വൃത്തികെട്ട വസ്ത്രങ്ങളും നീണ്ട കൃതാവും പാറിപ്പറന്ന തലമുടിയും ചീർത്ത മുഖവുമൊക്കെയായി വേഷപ്രച്ഛന്നായി സഞ്ചരിക്കുന്നതിനെ എൻ്റെ സുഹൃത്തിനുള്ള പാടവത്തെക്കുറിച്ച് എനിക്കറിയാമായിരുന്നിട്ടും അത് ഹോംസ് തന്നെയാണോ എന്ന് ഉറപ്പുവരുത്താൻ 3 പ്രാവശ്യം സൂക്ഷിച്ചു നോക്കേണ്ടി വന്നു. അദ്ദേഹം കിടക്കമുറിയിലേക്ക് പോയി. 5 മിനിറ്റ് കഴിഞ്ഞ് പുതിയ വസ്ത്രങ്ങളണിഞ്ഞ് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. നെരിപ്പോടിനരികെ നിവർന്നിരുന്ന് ഹോംസ് ഉറക്കെ ചിരിച്ചു. രാവിലെ ഞാൻ എന്തു ചെയ്യുകയായിരുന്നുവെന്ന് നിങ്ങൾക്കറിയുമോ? അതിൻ്റെ ഫലമെന്തായിരുന്നെന്ന് നിങ്ങൾക്കറിയുമോ? എനിക്കറിഞ്ഞൂടാ. ഒരുപക്ഷെ മിസ് ഐറൻ ആഡ്ലറുടെ വീടും പരിസരവും നിരീക്ഷിക്കുകയായിരുന്നുവെന്ന് തോന്നുന്നു. വാസ്തവം തന്നെ. എന്നാൽ അതിൻ്റെ പരിണാമം വിചിത്രമായിരുന്നു. പറയാം, കേട്ടോളൂ. ഇന്ന് രാവിലെ 8 മണിക്കാണ് ജോലി നഷ്ടപ്പെട്ട ഒരു കുതിരക്കാരൻ്റെ വേഷത്തിൽ ഞാൻ പുറത്തിറങ്ങിയത്. ഞാൻ ബ്രിയോണി വിലാസത്തിൻ്റെ മുന്നിലെത്തി. റോഡരികിലുള്ള ഒരു ചെറിയ ഇരുനില മാളിക, പിന്നിലൊരു തോട്ടവുമുണ്ട്. മുൻവാതിലിൽ പഴയ മാതിരിയുള്ള വലിയ ഒരു താഴ്, വലതുവശത്ത് വിശാലമായ സ്വീകരണമുറി, നിലത്തോളമെത്തുന്ന വലിയ ജനാലകൾ. വണ്ടിപ്പുരയുടെ കൂരയിൽ കയറിയാൽ ജനാല വഴി മുകളിലത്തെ നിലയിൽ കയറിപ്പറ്റാം. ഞാൻ വീടിന് ചുറ്റും നടന്നു. രംഗനിരീക്ഷണം നടത്തി. ഒരരികിൽ ഒരു കുതിരാലയം കണ്ടു. കുതിരകളെ കഴുകാൻ സഹായിച്ച വകയിൽ എനിക്ക് 2 പെൻസും 1 ഗ്ലാസ് ബിയറും അല്പം കാലിപ്പുകയിലയും കിട്ടി. കൂടാതെ മിസ് ആഡ്ലറെ പറ്റി എനിക്ക് ആവശ്യമുള്ള വിവരങ്ങളൊക്കെ അവിടെ നിന്നറിഞ്ഞു. ഐറിൻ ആഡ്ലറെ പറ്റി എന്താണ് കേട്ടത്? ഞാൻ ആരാഞ്ഞു. ആ സ്ത്രീ ആ പ്രദേശത്തുള്ള പുരുഷന്മാരുടെയൊക്കെ തലതിരിച്ച് കളഞ്ഞിരിക്കുന്നു. അവർ ഈ ഭൂമിയിൽ വെച്ച് ഏറ്റവും സുന്ദരിയാണെന്ന് പോലും. സംഗീത കച്ചേരികളിൽ പങ്കെടുക്കാറുണ്ട്. ദിവസവും വൈകുന്നേരം 5 മണിക്ക് കുതിരവണ്ടിയിൽ പുറത്തേക്ക് പോകും. കൃത്യം 7-ന് അത്താഴത്തിനെത്തും. സന്ദർശകരെന്ന് പറയാൻ ഒരാളേയുള്ളൂ. ഇരുണ്ട നിറത്തിലുള്ള സുമുഖനായ ഒരു യുവാവ്. അയാൾ ദിവസത്തിലൊരു പ്രാവശ്യമെങ്കിലും അവിടെ എത്താതിരിക്കില്ല. ഇന്നർ ടെമ്പിളിലെ ഒരു വക്കീലാണ് അയാൾ. പേര് ഗോഡ്ഫ്രേ നോർട്ടൺ. ഈ ഗോഡ്ഫ്രേ നോർട്ടൺ നമ്മുടെ കഥയിലെ ഒരു പ്രധാന കഥാപാത്രമാണ്. ആ സ്ത്രീ അയാളുടെ കക്ഷിയോ സുഹൃത്തോ അതോ കാമുകിയോ? ആദ്യത്തേതാണെങ്കിൽ ഫോട്ടോ സൂക്ഷിക്കാനായി അയാളെ ഏൽപ്പിച്ചിരിക്കും. അവസാനത്തേതാണെങ്കിൽ അതിനുള്ള സാധ്യത വിരളമാണ്. ഏതായാലും ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തെ അടിസ്ഥാനമാക്കി വേണം എൻ്റെ അന്വേഷണം ഏത് വഴിയായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത്. ഫോട്ടോയ്ക്ക് വേണ്ടി ബ്രിയോണി വിലാസിലോ അല്ല വക്കീൽ ഓഫീസിലോ തിരയേണ്ടത് എന്ന് തീരുമാനിക്കാൻ എന്താണ് വേണ്ടതെന്ന് ആലോചിച്ചു നിൽക്കെ ഒരു കുതിരവണ്ടി ബ്രിയോണി വിലാസത്തിന് മുന്നിൽ വന്നു നിന്നു. ഒരു മാനിൻ ചാടിയിറങ്ങി. മേൽമീശയുള്ള ഇരുണ്ട നിറത്തിലുള്ള ആ സുന്ദരൻ വക്കീൽ വണ്ടിക്കാരനോട് നിൽക്കാൻ പറഞ്ഞിട്ട് വാതിൽ തുറന്ന ജോലിക്കാരിയെ തട്ടിമാറ്റി ചിര പരിചിതരെപ്പോലെ അകത്തേക്ക് പോയി. ഒരു അരമണിക്കൂർ നേരം അയാൾ വീട്ടിനുള്ളിലായിരുന്നു. സ്വീകരണമുറിയിലൂടെ ജനലിലൂടെ എനിക്കയാളെ കാണാൻ കഴിഞ്ഞു. കൈകൾ വീശിക്ഷോഭിച്ച് സംസാരിച്ചുകൊണ്ട് അയാൾ ഉലാത്തിക്കൊണ്ടിരുന്നു. തുടർന്ന് അയാൾ പുറത്തു വന്ന് വണ്ടിയിൽ കയറി. പോക്കറ്റിൽ നിന്നും വാച്ച് പുറത്തെടുത്ത് നോക്കിയിട്ട് വണ്ടിക്കാരനോട് പറഞ്ഞു, വേഗം വിടൂ. ആദ്യം റീജൻ സ്ട്രീറ്റിലെ ഗ്രോസ് ആൻഡ് ഹാങ്ക് ഷോപ്പിലേക്കും അവിടെ നിന്ന് എൽജ്വയർ റോഡിലെ സെൻറ്റ് മോനിക്ക പള്ളിയിലേക്കും പോട്ടെ. 20 മിനിറ്റിനുള്ളിൽ അവിടെ എത്താമെങ്കിൽ നിനക്ക് ഇരട്ടി കൂലി കിട്ടും. വണ്ടി പാഞ്ഞുപോയി. അടുത്ത നിമിഷം വേറൊരു വണ്ടി ആ വീട്ടുപടിക്കലെത്തി. വണ്ടി നിന്നില്ല എന്നായപ്പോൾ ആ സ്ത്രീ ഓടി വന്ന് അതിൽ കയറി. ഞാൻ അവരെ ഒരു നോക്ക് കണ്ടതേയുള്ളൂ. എന്തൊരു സൗന്ദര്യം! വേഗം സെൻറ്റ് മോനിക്ക പള്ളിയിലേക്ക്, അവർ പറഞ്ഞു. 20 മിനിറ്റ് കൊണ്ട് അവിടെ എത്താമെങ്കിൽ ഇരട്ടി കൂലി തരാം. ഇനി വൈകിക്കൂടാ എന്ന് ഞാൻ ഉറച്ചു. ഈ അവസരം പാഴാക്കാൻ പാടില്ല എന്നാലോചിക്കുമ്പോഴേക്കും വേറൊരു വണ്ടി അതിലെ വന്നു.
എൻ്റെ വേഷം കണ്ട് വണ്ടിക്കാരൻ അരുതെന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ അതിൽ കയറിയിരുന്നു. സെൻറ്റ് മോനിക്ക പള്ളിയിലേക്ക് 20 മിനിറ്റ് കൊണ്ട് അവിടെ എത്താമെങ്കിൽ അരപ്പവൻ കൂടുതൽ തരാമെന്ന് ഞാൻ വീണ്ടും പറഞ്ഞു. കുതിരയെ പായിച്ചു. എനിക്ക് മുമ്പേ മറ്റു 2 പേരും പള്ളിയിലെത്തിയിരുന്നു. വണ്ടിക്കാരന് കൂലി കൊടുത്തിട്ട് ഞാൻ പള്ളിയിലേക്ക് ഓടിച്ചെന്നു. മുമ്പേ വന്ന 2 പേരും ലോഹ ധരിച്ച ഒരു പാതിരിയും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അൾത്താരയ്ക്ക് മുമ്പിൽ അച്ഛനുമായി എന്തോ തർക്കിച്ചു നിൽക്കുകയായിരുന്നു അവർ. എന്നെ കണ്ട് ഗോഡ്ഫ്രേ നോർട്ടൺ ഓടി വന്നു. ദൈവത്തിന് സ്തുതി, അയാൾ പറഞ്ഞു. നിങ്ങൾ ധാരാളം മതി. വരൂ വരൂ, എന്താണ് കാര്യം? ഞാൻ ചോദിച്ചു. വരൂ മനുഷ്യ, വരൂ. ഇനി 3 മിനിറ്റേയുള്ളൂ, അല്ലെങ്കിൽ നിയമസാധുതയില്ലാതാകും. അയാൾ എന്നെ അൾത്താരയിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി. ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിന് മുമ്പ് ഐറിൻ ആഡ്ലറും അവിവാഹിതനായ ഗോഡ്ഫ്രേ നോർട്ടനും തമ്മിലുള്ള വിവാഹത്തിന് സാക്ഷിയാവുകയും ചെയ്തു. എല്ലാം ഒരു നിമിഷത്തിനുള്ളിൽ കഴിഞ്ഞു. എൻ്റെ വലതുവശത്ത് നിന്ന വരനും ഇടതുവശത്ത് നിന്ന വധുവും എനിക്ക് നന്ദി പറഞ്ഞു. പാതിരിയച്ഛൻ സുസ്മേര വദനായി മുമ്പിൽ നിന്നു. ജീവിതത്തിൽ മുമ്പൊരിക്കലും എനിക്ക് ഇങ്ങനെയൊരു വേഷം കെട്ടേണ്ടി വന്നിട്ടില്ല. തക്ക സമയത്ത് ഞാൻ അവിടെ ചെന്നത് ഭാഗ്യമാണെന്ന് അവർ കരുതി. വധു എനിക്ക് 1 പവൻ സമ്മാനിച്ചു. തികച്ചും അപ്രതീക്ഷിതമായ സംഭവവികാസമാണല്ലോ. പിന്നീട് എന്തുണ്ടായി? ഞാൻ ചോദിച്ചു. പള്ളിനടയിൽ വെച്ച് 2 ആളും 2 വഴിക്ക് പിരിഞ്ഞു. സ്ത്രീ അവരുടെ വീട്ടിലേക്കും പുരുഷൻ വക്കീൽ ഓഫീസിലേക്കും. പതിവ് പോലെ 5 മണിക്ക് പാർക്കിൽ വെച്ച് കാണാമെന്ന് അവർ പറഞ്ഞത് ഞാൻ കേട്ടു. പരിചാരികയെ വിളിക്കാൻ ബെല്ലടിച്ചിട്ട് ഹോംസ് പറഞ്ഞു, ഡോക്ടർ, എനിക്ക് നിങ്ങളുടെ സഹായം വേണം. വളരെ സന്തോഷം. പരിചാരിക കൊണ്ടുവന്ന ലഘുവായ വിഭവങ്ങളെ ആർത്തിയോടെ അകത്താക്കിക്കൊണ്ട് ഹോംസ് തുടർന്നു. മണി 5 ആകാറായി. 2 മണിക്കൂറിനുള്ളിൽ നമുക്ക് രംഗത്തെത്തണം. മിസ് ഐറിൻ 7 മണിക്ക് വീട്ടിലെത്തും. അപ്പോൾ നമ്മൾ ബ്രിയോണി വിലാസത്തിൽ ചെന്ന് അവരെ കാണണം. എന്നിട്ട് പിന്നീടെന്ത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു വേള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായേക്കാം. എന്നെ വീടിനുള്ളിലേക്ക് കൊണ്ടുപോകാൻ അത് കാരണമാക്കും. 4-5 മിനിറ്റിനുള്ളിൽ സ്വീകരണ മുറിയിലെ ജനാല തുറക്കും. നിങ്ങൾ ആ തുറന്ന ജനാലയുടെ സമീപം നിലയുറപ്പിക്കണം. എന്നെ കാണാൻ കഴിയും. അപ്പോൾ ഞാൻ കൈ ഉയർത്തും. ഉടൻ നിങ്ങൾ ഞാൻ തരുന്ന സാധനം മുറിക്കുള്ളിലേക്ക് എറിയണം. തീ പിടിക്കുന്നേ എന്നുറക്കെ വിളിക്കുകയും വേണം. മനസ്സിലായോ? മനസ്സിലായി. പോക്കറ്റിൽ നിന്നും ചുരുട്ട് പോലുള്ള ഒരു വസ്തു പുറത്തെടുത്തിട്ട് ഹോംസ് പറഞ്ഞു, ഇത് പുകയുന്ന ഒരിനം പടക്കമാണ്. 2 അറ്റത്തും തീ പിടിക്കാനുള്ള മരുന്നും തേച്ചിട്ടുണ്ട്. നിങ്ങൾ ഇത്ര മാത്രം ചെയ്താൽ മതി. തീ പിടിക്കുന്നു എന്ന വിളി കേട്ട് ധാരാളം ആളുകൾ ഓടിക്കൂടും. നിങ്ങൾ തെരുവിൻ്റെ അറ്റത്തേക്ക് നടക്കണം. 10 മിനിറ്റിനുള്ളിൽ ഞാനെത്തും. പറഞ്ഞതെല്ലാം വ്യക്തമായി മനസ്സിലായോ? അത് ഞാനേറ്റു. നിങ്ങൾക്കെന്നെ വിശ്വസിക്കാം. വളരെ നല്ലത്. എനിക്കിനി അഭിനയിക്കാനുള്ള പുതിയ വേഷം അണിയാൻ സമയമായി. അദ്ദേഹം കിടപ്പറയിലേക്ക് പോയി. അല്പസമയത്തിനുള്ളിൽ സൗമ്യശീലനും ശാന്തഗംഭീരനുമായ ഒരു പാതിരിയുടെ വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ടു. 6:15 ഞങ്ങൾ ബേക്കർ സ്ട്രീറ്റിൽ നിന്നിറങ്ങി. സെർപ്പൻറ്റൈൻ തെരുവിലെത്തിയപ്പോൾ 7:10 മിനിറ്റ്. തെരുവ് വിളക്കുകൾ കത്തിച്ച് തുടങ്ങിയിട്ടേയുള്ളൂ. ബ്രിയോണി വിലാസത്തിൻ്റെ മുൻപിലൂടെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ചെറിയ തെരുവാണെങ്കിലും ഒച്ചപ്പാടും ബഹളവും തന്നെ. ഹോംസ് പറഞ്ഞു, വിവാഹം നമ്മുടെ പ്രശ്നപരിഹാരം എളുപ്പമാക്കി തീർക്കും. രാജകുമാരി അത് കാണരുതെന്ന് നമ്മുടെ കക്ഷി ആഗ്രഹിക്കുന്നത് പോലെ തന്നെ മിസ്റ്റർ നോട്ടൻ്റെ ദൃഷ്ടിയിൽ പെടരുതെന്ന് ആ സ്ത്രീക്കും നിർബന്ധമുണ്ടാവും. ഫോട്ടോ എവിടെ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നുവെന്നാണ് ഇനി നമുക്കറിയാനുള്ളത്. എവിടെയാണെന്ന് എങ്ങനെ അറിയും? അവർ അതിനെ കാണിക്കും. അവർ വിസമ്മതിച്ചാൽ അത് സാധ്യമല്ല. അതാ വണ്ടിയുടെ ശബ്ദം കേൾക്കുന്നു. അവർ വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യൂ. തെരുവിൻ്റെ ഒരറ്റത്തു നിന്ന് മനോഹരമായ ഒരു കുതിരവണ്ടി നടയിൽ വന്നു നിന്നു. തെരുവിൽ നിന്നിരുന്ന ഒരു തെണ്ടി ഓടിച്ചെന്ന് വണ്ടിയുടെ വാതിൽ തുറന്നു പിടിച്ചു. യാത്രക്കാരിയിൽ നിന്ന് വല്ലതും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാകാം. അപ്പോഴതാ വേറൊരുത്തൻ ഓടി വന്ന് ആദ്യം വന്നവനെ തള്ളി മാറ്റി. അവർ തമ്മിൽ ഉന്തും തള്ളുമായി. ഇത് കണ്ട് കാവൽക്കാർ 2 പേരുമെത്തി. കഷപിഷ വർദ്ധിച്ചു. ആകപ്പാടെ വലിയ ബഹളം. ഇതിനിടെ ആരോ ആരെയോ അടിച്ചു. തുടർന്ന് നടന്ന അടികലശത്തിനിടയിൽപ്പെട്ട്
വണ്ടിയിൽ നിന്നിറങ്ങിയ സ്ത്രീ സ്തംഭിച്ചു നിന്നു. ഹോംസ് അവരെ രക്ഷിക്കാൻ ആൾക്കൂട്ടത്തിനിടയിലൂടെ മുന്നോട്ടാഞ്ഞു. സ്ത്രീയുടെ സമീപമെത്താറായപ്പോൾ അദ്ദേഹം നിലവിളിച്ചുകൊണ്ട് നിലത്ത് വീണു. ആ മുഖത്തു നിന്നും രക്തമൊലിച്ചിരുന്നു. അത് കണ്ട് കാവൽക്കാർ രണ്ടുപേരും ഓടിമറിഞ്ഞു. അടുത്ത നിമിഷം തെണ്ടികൾ എതിർദിശയിലേക്ക് പലായനം ചെയ്തു. ബഹളത്തിൽ തലയിടാതെ അകന്നു നിന്നിരുന്ന മാന്യന്മാർ സ്ത്രീയെ സഹായിക്കാനും മുറിവേറ്റ ഹോംസിനെ ശുശ്രൂഷിക്കാനും സന്നദ്ധരായി. ആ സ്ത്രീ ഐറിൻ ആഡ്ലർ ധൃതിയിൽ വീട്ടിലേക്ക് നടന്നു. വാതിൽപ്പടിയിൽ നിന്ന് ആ സുന്ദരി തെരുവിലേക്ക് നോക്കി. കണ്ടുനിന്ന ഒരു സ്ത്രീ പറഞ്ഞു, അദ്ദേഹമില്ലെങ്കിൽ അവരുടെ വാച്ചും പേഴ്സും അവന്മാർ തട്ടിക്കൊണ്ടുപോയേനെ. റൗഡികൾ. അദ്ദേഹത്തെ ഇങ്ങനെ റോഡിൽ കിടത്തിക്കൂടാ. കൊച്ചമ്മേ, ഞങ്ങൾ ഇദ്ദേഹത്തെ അകത്തു കൊണ്ടുവരട്ടെ? ആരോ ചോദിച്ചു. ഓഹോ, വേഗം കൊണ്ടുവരൂ. ഇതാ ഈ ഹാളിൽ സോഫയിൽ കിടത്താം. മെല്ലെ ഇതിലേ വരൂ. സാവധാനത്തിൽ ബഹുമാനപൂർവ്വം അവർ അദ്ദേഹത്തെ എടുത്ത് അകത്തു കൊണ്ടുപോയി. ഞാൻ ജനാലയുടെ സമീപം എല്ലാം കണ്ടു നിന്നതേയുള്ളൂ. മുറിയിൽ വിളക്കുകൾ തെളിഞ്ഞു. സോഫയിൽ കിടന്നിരുന്ന ഹോംസിനെ എനിക്ക് കാണാം. ഞാൻ പടക്കം കയ്യിലെടുത്ത് തയ്യാറായി നിന്നു. ഹോംസ് സോഫയിൽ നിവർന്നിരുന്നു. ശുദ്ധവായുവിന് വേണ്ടി എന്ന പോലെ അദ്ദേഹം ആംഗ്യം കാണിക്കുന്നു ഞാൻ കണ്ടു. ഒരു ജോലിക്കാരി ഓടിച്ചെന്ന് ജനാല തുറന്നു. അടുത്ത നിമിഷം അദ്ദേഹം കൈയുയർത്തി അടയാളം നൽകി. ഉടൻ ഞാൻ പടക്കം ഉള്ളിലോട്ടെറിഞ്ഞു. അയ്യോ, തീ പിടിക്കുന്നേ എന്നുറക്കെ വിളിച്ച്. അത് കേൾക്കേണ്ട താമസം. എവിടെ നിന്നോ ഒരു വലിയ ആൾക്കൂട്ടം തീ തീ എന്നാക്രോശിച്ചുകൊണ്ട് ഓടിക്കൂടി. അതിനിടയിൽ പാഞ്ഞു പോകുന്ന ചില രൂപങ്ങളെയും ഞാൻ കണ്ടു. അടുത്ത നിമിഷം പേടിക്കേണ്ട, സാരമില്ല എന്നൊക്കെയുള്ള ഹോംസിൻ്റെ ആശ്വാസവചനം ഞാൻ കേട്ടു. ഞാൻ തെരുവിൻ്റെ മറ്റേ അറ്റത്തേക്ക് നടന്നു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഹോംസ് പിന്നാലെ എത്തി. ഞങ്ങൾ വേഗം രംഗത്ത് നിന്ന് നിഷ്കർഷിച്ചു. ആളൊഴിഞ്ഞ അടുത്ത തെരുവിലെത്തിയപ്പോൾ ഹോംസ് പറഞ്ഞു, ഡോക്ടർ, ഏൽപ്പിച്ച കാര്യം നിങ്ങൾ ഭംഗിയായി നിർവഹിച്ചു. എല്ലാം ശരിയായിരിക്കുന്നു. ഫോട്ടോ കിട്ടിയോ? അതെവിടെയുണ്ടെന്ന് മനസ്സിലായി. എങ്ങനെ കണ്ടുപിടിച്ചു? അവർ കാണിച്ചു തന്നു. ഞാൻ പറഞ്ഞിരുന്നില്ലേ? അതെങ്ങനെ? എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാനത് രഹസ്യമാക്കി വയ്ക്കുന്നില്ല. ആ തെരുവിലുണ്ടായിരുന്നവരൊക്കെ ഞാൻ ഏർപ്പാട് ചെയ്തിരുന്ന ആളുകളായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കിയില്ലേ? അത് ഞാൻ ഊഹിച്ചു. അതാണ്. മഴക്കുണ്ടായപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ചുവന്ന ചായം കരുതിയിട്ടുണ്ടായിരുന്നു. നിലത്ത് വീഴുന്നതിനിടയ്ക്ക് ഞാനത് മുഖത്ത് തേച്ച് ദയനീയമായി നോക്കിയില്ലേ? ഇതൊരു പഴയ സൂത്രമാണ്. അതും ഞാൻ മനസ്സിലാക്കി. അവരെന്നെ എടുത്ത് അകത്തു കൊണ്ടുപോയി. ആ സ്ത്രീക്ക് അത് അനുവദിക്കേണ്ടി വന്നു. സ്വീകരണ മുറിയിൽ ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെ എന്നെ കൊണ്ട് കിടത്തി. അതുകൊണ്ട് താങ്കൾക്കെന്ത് പ്രയോജനമുണ്ടായി? അതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തൻ്റെ വീടിന് തീ പിടിക്കുമെന്നറിഞ്ഞാൽ ഒരു സ്ത്രീ എന്തു ചെയ്യും? തനിക്ക് ഏറ്റവും വിലപിടിപ്പുള്ള സാധനവുമായി വാങ്ങി ചെല്ലും. അത് സ്വാഭാവികമാണ്. ഈ സ്ത്രീയെ സംബന്ധിച്ചാണെങ്കിൽ ഇന്ന് വീട്ടിനുള്ളിൽ ഏറ്റവും വിലപിടിപ്പുള്ളത് നാം അന്വേഷിക്കുന്ന വസ്തു തന്നെയാണ്. അതെടുക്കാൻ അവർ ഓടിച്ചെല്ലുകയും ചെയ്തു. വലതുവശത്ത് മണിയടിക്കാൻ കെട്ടിരുന്ന ചരടിന് തൊട്ട് മുകളിൽ ഒരു ചുവരലമാരയുടെ അറയ്ക്കകത്താണ് ഫോട്ടോ സൂക്ഷിച്ചിട്ടുള്ളത്. അതവർ വലിച്ച് പാതി തുറന്നപ്പോൾ ഞാൻ അതിൻ്റെ ഒരറ്റം കണ്ടു. പേടിക്കേണ്ട, കുഴപ്പമൊന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞത് കേട്ട് അവർ വലിപ്പ് അടച്ചു. പിന്നീട് ഞാൻ അവരെ കണ്ടില്ല. ക്ഷമായാചനയോടെ ഞാൻ പുറത്തിറങ്ങി രക്ഷപ്പെട്ടു. ഫോട്ടോ അപ്പോൾ തന്നെ കൈവശപ്പെടുത്തിയാൽ എന്തെന്ന് ഞാൻ ആലോചിക്കാതിരുന്നില്ല. അതിനിടെ ആ വണ്ടിക്കാരൻ അകത്തു വന്നു. സംശയാലുവായ അവൻ്റെ നോട്ടം കണ്ട് അല്പം ക്ഷമിക്കുന്നതാണ് നല്ലതെന്ന് തോന്നി. ഇനിയിപ്പോൾ നമ്മുടെ അന്വേഷണം ഏതാണ്ട് അവസാനിച്ചിരിക്കുന്നു. നാളെ രാജാവിനെയും കൊണ്ട് ഞാൻ അവിടെ ചെല്ലും. ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്കും വരാം. നമ്മൾ സ്വീകരണ മുറിയിൽ ആ സ്ത്രീയെ കാത്തിരിക്കും. അവർ അവിടെ എത്തുമ്പോൾ നമ്മെ കാണുകയില്ല. ഫോട്ടോയും അപ്രത്യക്ഷമായിരിക്കും. എപ്പോഴാണ് പോകുന്നത്? രാവിലെ 8 മണിക്ക്. ഞങ്ങൾ ബേക്കർ സ്ട്രീറ്റിലെത്തി. ഹോംസ് വാതിൽ തുറക്കാൻ താക്കോലിനായി കീശ പരതി. ഗുഡ് നൈറ്റ് മിസ്റ്റർ ഷെർലക് ഹോംസ്. ഫുട്പാത്തിൽ അപ്പോൾ വളരെ പേരുണ്ടായിരുന്നു. പെട്ടെന്ന് അതിലെ കടന്നുപോയ നീണ്ട ഓവർകോട്ട് ധരിച്ച ഒരു മെലിഞ്ഞ യുവാവായിരുന്നു അഭിവാദ്യം ചെയ്തതെന്ന് തോന്നി. ആ ശബ്ദം മുമ്പ് കേട്ടുള്ളതുപോലെ തോന്നുന്നു. തെരുവിലെ മങ്ങിയ വെളിച്ചത്തിൽ ഉറ്റുനോക്കിക്കൊണ്ട് ഹോംസ് പറഞ്ഞു, അതാരാണെന്ന് ഓർമ്മ വരുന്നില്ലല്ലോ. അന്ന് രാത്രി ഞാൻ ബേക്കർ സ്ട്രീറ്റിലെ മുറിയിൽ ഉറങ്ങി. രാവിലെ ഞങ്ങൾ പ്രാതൽ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ബോഹീമിയയിലെ രാജാവ് ധൃതിയിൽ കടന്നു വന്നു. അദ്ദേഹത്തെയും കൂട്ടി ഞങ്ങൾ ഒരിക്കൽ കൂടി ബ്രിയോണി വിലാസത്തിലേക്ക് യാത്രയായി.
ഐറിൻ ആഡ്ലറുടെ വിവാഹം കഴിഞ്ഞ് ഹോംസ് പറഞ്ഞു. വിവാഹം കഴിഞ്ഞെന്ന്? എപ്പോൾ? ഇന്നലെ. ആരുമായിട്ട്? നോട്ടൻ എന്ന ഇംഗ്ലീഷുകാരൻ വക്കീലുമായിട്ട്. അവൾക്കയാളെ സ്നേഹിക്കാൻ കഴിയില്ല. അതിന് കഴിയട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു. ആശിക്കുന്നു? അതെന്താ? എന്തെന്നാൽ തിരുമനസ്സിന് ഭാവിയിൽ ശല്യമുണ്ടാക്കുമെന്ന ഭയം വേണ്ടല്ലോ. ആ സ്ത്രീക്ക് ഭർത്താവിൽ സ്നേഹമുള്ള പക്ഷം അങ്ങയുടെ കാര്യങ്ങളിൽ ഇടപെടാൻ മുതിരുകയില്ല. സെർപ്പൻ്റെയും തെരുവിലെത്തുന്നതുവരെ രാജാവ് പിന്നീടൊന്നും പറഞ്ഞില്ല. ഏതോ ചിന്തയിൽ മുഴുകി മൗനമായിരുന്നു. ബ്രിയോണി വിലാസത്തിൻ്റെ വാതിൽ തുറന്നു കിടന്നിരുന്നു. പ്രായം ചെന്ന ഒരു സ്ത്രീ പടിയിൽ വന്ന് അവജ്ഞയോടെ ഞങ്ങളെ നോക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ വണ്ടിയിൽ നിന്നിറങ്ങി. മിസ്റ്റർ ഷെർലക് ഹോംസ് ആണല്ലേ? അവർ ചോദിച്ചു. ഞാനാണ്, മിസ്റ്റർ ഷെർലക് ഹോംസ്. തെല്ലെ അമ്പരെന്ന പോലെ എൻ്റെ സുഹൃത്ത് മറുപടി പറഞ്ഞു. അതെയോ? നിങ്ങൾ ഇന്നിവിടെ വരാനിടയുണ്ടെന്ന് യജമാനത്തി പറഞ്ഞിരുന്നു. രാവിലെ 5:15 തീവണ്ടിയിൽ അവർ ഭർത്താവിനോടൊപ്പം യൂറോപ്പിലോട്ട് പോയി. ഹോംസ് ഞെട്ടിപ്പോയി. ഇച്ഛാഭംഗവും അത്ഭുതവും കൊണ്ട് വിളറി അദ്ദേഹം ചോദിച്ചു. അവർ ഇംഗ്ലണ്ടിൽ നിന്ന് പോയെന്നാണോ പറയുന്നത്? അതെ, ഇനി തിരിച്ചു വരികയില്ല. കടലാസുകളൊക്കെ? രാജാവിൻ്റെ ശബ്ദം ഇടറിയിരുന്നു. എല്ലാം നഷ്ടമായി. നമുക്ക് നോക്കാം. ഹോംസ് വൃദ്ധയെ തള്ളിമാറ്റി സ്വീകരണ മുറിയിൽ പ്രവേശിച്ചു. ഞങ്ങൾ പിന്നാലെ ചെന്നു. ഹോംസ് ചുവരിലെ ഷെൽഫ് തുറന്നു. അതിലെ അറയ്ക്കുള്ളിൽ നിന്നും ഒരു ഫോട്ടോയും കത്തും പുറത്തെടുത്തു. ഫോട്ടോ ഐറിൻ ആഡ്ലറുടേതായിരുന്നു. കത്തിന് പുറത്ത് ഷെർലക് ഹോംസിന് കൊടുക്കുന്നതിന് എന്നെഴുതിയിരുന്നു. ഞങ്ങൾ 3 പേരും കൂടി ആ കത്ത് വായിച്ചു. തലേന്ന് അർദ്ധരാത്രി എഴുതിയതാണെന്ന് അതിൽ കാണിച്ചിരുന്നു. ഇപ്രകാരമായിരുന്നു കത്ത്. എൻ്റെ പ്രിയപ്പെട്ട മിസ്റ്റർ ഷെർലക് ഹോംസ്, നിങ്ങൾ വളരെ സമർത്ഥമായി പണിപറ്റിച്ചു കളഞ്ഞു. അഗ്നിബാധയെക്കുറിച്ചുള്ള മുന്നറിയിപ്പുണ്ടാകുന്നതുവരെ എന്നെ പൂർണ്ണമായും കബളിപ്പിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞു. മാസങ്ങൾക്ക് മുമ്പ് തന്നെ താങ്കളെപ്പറ്റി എനിക്ക് മുന്നറിയിപ്പ് കിട്ടിയിരുന്നു. രാജാവ് ഇക്കാര്യത്തിൽ ആരെയെങ്കിലും നിയോഗിക്കുന്നുണ്ടെങ്കിൽ അത് താങ്കളെ ആയിരിക്കുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. നിങ്ങളുടെ മേൽവിലാസവും എനിക്ക് കിട്ടിയിരുന്നു. ഇത്രയൊക്കെ ആയിട്ടും പാവപ്പെട്ട ദയാലുവായ വയസ്സൻ പാതിരിയെക്കുറിച്ച് മറച്ചു ചിന്തിക്കുവാൻ എനിക്ക് സാധിച്ചില്ല. എന്നാൽ ഞാനും പരിശീലനം നേടിയ നടിയാണെന്നറിയാമല്ലോ. പുരുഷവേഷം എനിക്ക് പുതിയതൊന്നുമല്ല. വണ്ടിക്കാരൻ ജോണിനെ അവിടെ നിർത്തിയിട്ട് ഞാൻ മുകളിൽ പോയി വേഷം മാറി വന്നു. നിങ്ങളറിയാതെ നിങ്ങളെ പിന്തുടർന്ന് ഷെർലക് ഹോംസ് തന്നെയാണ് എൻ്റെ മേൽ നോട്ടമിട്ടുള്ളതെന്ന് ഉറപ്പുവരുത്തി. ബുദ്ധിശൂന്യമായി നിങ്ങളെ അഭിവാദനം ചെയ്തിട്ട് നേരെ എൻ്റെ ഭർത്താവിനെ കാണാൻ പോയി. ഇത്ര ശക്തനായ പ്രതിയോഗിയുടെ മുമ്പിൽ ഏറ്റവും നല്ല രക്ഷാമാർഗം പലായനമാണെന്ന് ഞങ്ങൾ 2 പേരും തീർച്ചയാക്കി. ഫോട്ടോയെ ചൊല്ലി താങ്കളുടെ കക്ഷിക്ക് പരിഭ്രമം വേണ്ട. അദ്ദേഹത്തിൻ്റെ ക്രൂരതയ്ക്ക് ഇരയായിട്ടുണ്ടെങ്കിലും ഞാൻ ഒന്നിനും തടസ്സം നിൽക്കുകയില്ല. ഭാവിയിൽ അദ്ദേഹത്തിൽ നിന്ന് നേരിട്ടേക്കാവുന്ന എന്തെങ്കിലും ആപത്തിനെ ചെറുക്കുന്നതിനുള്ള ഒരു ആയുധമായി ഞാൻ ഈ ഫോട്ടോ സൂക്ഷിച്ചു വയ്ക്കും. പകരം വേറൊരു ഫോട്ടോ ഞാൻ വെച്ചിട്ടുണ്ട്. നിർത്തട്ടെ, വിശ്വസ്തയോടെ ആഡ്ലർ എന്ന ഐറിൻ നോട്ടൻ. എന്തൊരു സ്ത്രീ! ഹോ, എന്തൊരു സ്ത്രീ! ബൊഹീമിയൻ രാജാവ് വിലപിച്ചു. അവൾ എത്ര സമർത്ഥയാണെന്ന്, എന്തുമാത്രം ദൃഢചിന്തയാണെന്ന് ഹോംസ് ആക്ഷോഭ്യനായി പറഞ്ഞു. തിരുമനസ്സിൻ്റെ കാര്യം ഇതിൽ കൂടുതൽ വിജയകരമായി അവസാനിപ്പിക്കാൻ കഴിയാത്തതിൽ എനിക്ക് വിഷമമുണ്ട്. നേരെ മറിച്ചാണ് കാര്യം, പ്രിയപ്പെട്ട ഹോംസ്, രാജാവ് പറഞ്ഞു. ഇതിൽ കൂടുതൽ വിജയകരമായി ഒരു പര്യവസാനം ഇതിനുണ്ടാവാനിടയില്ല. ഇവളുടെ വാക്കുകൾ അലംഘനീയമാണെന്ന് എനിക്കറിയാം. ആ ഫോട്ടോ തീപിടിച്ചു നശിച്ചു പോയെന്ന് കരുതിയാൽ മതി. തിരുമനസ് അങ്ങനെ പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ നിങ്ങളോട് വളരെയേറെ കടപ്പെട്ടിരിക്കുന്നു. ഇതിന് എന്ത് പ്രതിഫലം തന്നാലാണ് മതിയാവുക? ഈ മോതിരം? അദ്ദേഹം വിരലിൽ കിടന്ന മരതക മോതിരം ഊരിയെടുത്ത് നീട്ടി. അതിനേക്കാൾ ഞാൻ വിലമതിക്കുന്ന ഒരു വസ്തു അങ്ങയുടെ പക്കലുണ്ട്, ഹോംസ് പറഞ്ഞു. ആ ഫോട്ടോ. രാജാവ് ഒരു നിമിഷം അത്ഭുതപ്പെട്ട് മിഴിച്ചു നോക്കി. ഐറിൻ്റെ ഫോട്ടോ? താങ്കൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതാ എടുത്തോളൂ. വളരെ നന്ദി. ഇക്കാര്യത്തിൽ ഇനി ഒന്നും ചെയ്യാനില്ല. ശുഭാശംസകൾ തലകുനിച്ചു വണങ്ങി. ഹോംസും ഞാനും തിരിഞ്ഞ് മുറിയിലേക്ക് നടന്നു. അങ്ങനെയാണ് ബൊഹീമിയൻ രാജകുടുംബത്തെ ഭീഷണിപ്പെടുത്തിയിരുന്ന ഒരപവാദം ഒഴിവായത്. ഒരു സ്ത്രീയുടെ ബുദ്ധിവൈഭവം ഹോംസിൻ്റെ പദ്ധതിയെ പരാജയപ്പെടുത്തിയത് പെൺബുദ്ധിയെ ഹോംസ് പലപ്പോഴും കളിയാക്കാറുണ്ടായിരുന്നു. ഈ സംഭവത്തിനു ശേഷം അങ്ങനെയൊരു അഭിപ്രായ പ്രകടനം അദ്ദേഹം നടത്തുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഐറിൻ ആഡ്ലറെക്കുറിച്ച്
സൂചിപ്പിക്കുമ്പോഴെല്ലാം ബഹുമാന പുരസ്കാരം ആ സ്ത്രീ എന്നേ പറഞ്ഞിട്ടുള്ളൂ. തുടരും.